നന്ദിനിയുടെ മാതാപിതാക്കൾ ന്യൂസ് 8നോടൊപ്പം ചേരുകയാണ്. പക്ഷേ ശരിക്കും തകർന്ന ഹൃദയവുമായിട്ടാണ് എല്ലാ ദിവസവും ഈ കോടതിയിലേക്ക് എത്താറുള്ളത് പോലെ. ഇപ്പോൾ വിധി വന്നിരിക്കുന്നു, ഇതിൽ തൃപ്തരാണോ? കോടതിയുടെ വിധിയിൽ ആശ്വാസമുണ്ട്. അത് തൽക്കാലം പറയാൻ സാധിക്കില്ല. കാരണം ചെയ്ത തെറ്റിന് പര്യാപ്തമായ ഒരു ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ പോലെ തന്നെ ഞങ്ങളും മനസ്സിൽ കാണുന്നുണ്ട്. കാരണം മോള് അകാരണമായിട്ട് ചികിത്സിച്ച് കൊണ്ടിരുന്ന ആ പേഷ്യൻ്റ് തന്നെ ഇത്രയും 10-27 പ്രാവശ്യത്തോളം കത്തി ഉപയോഗിച്ച് മാരകമായിട്ട് കുത്തി കൊന്ന് വേദന അനുഭവിച്ച എൻ്റെ മോള് 4.5 മണിക്കൂറോളം വേദന അനുഭവിച്ച എൻ്റെ മോള് ആശ്രയം ആരുമില്ലാതെ പൈശാചികമായിട്ട് കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം 2 വർഷവും 10 മാസവും 11 ദിവസവും ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ഈ പ്രതിക്ക് 30 വർഷത്തെ തടവും അതിനുശേഷം ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പൊതുസമൂഹത്തെ പോലെ ഞങ്ങളും ഉദ്ദേശിച്ചത് ഈ ഒരു ശിക്ഷയല്ലായിരുന്നു. കാരണം അതിനുവേണ്ടി ഞങ്ങൾ കൂടുതൽ ശിക്ഷ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ആലോചിച്ച ശേഷം ഞങ്ങൾ മേൽ കോടതിയിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ പറയാനുള്ളത്. എന്താണ് ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതെ അതെ അമ്മ, ഈ വിധി പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെയാ വിധി ഉണ്ടാവും? ഈ വിധി, കോടതി തന്ന വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ വിധി കൊണ്ട് തൃപ്തരാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. കോടതി ചെയ്തത് നല്ല കാര്യം തന്നെ. പക്ഷേ നമുക്ക് ഇതിനപ്പുറം അങ്ങനെ തൂക്കിക്കൊല്ലയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിനു വേണ്ടി അവർ ഇനി പോരാടുമെന്ന് പറയുന്ന വക്കീലുമായിട്ട് ആലോചിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാനാണ് താല്പര്യം. കോടതി എന്താ വെച്ചാൽ നമ്മൾ അതിനെ അനുകൂലിക്കണം. പിന്നെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും നമുക്ക് വേണ്ടി ചെയ്ത എല്ലാവരോടും നമുക്ക് നന്ദിയുണ്ട്. പക്ഷേ വിധിയിൽ നേരിയ തൃപ്തരാണെങ്കിൽ പോലും ജീവപര്യന്തം അല്ല ഇവർ ആഗ്രഹിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. എസ് വിനീഷ്, ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.